ഞാൻ ദൈവം നോക്കിയതാ. മോടെ കല്യാണം നടത്തണ്ടേ? ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോള് ചെയ്തോളൂ. ഇത്ര പെട്ടെന്നൊരു രാജകുമാരനായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒക്കെ എന്റെ ഭാഗ്യം. എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, സന്തോഷായി. അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നതാണ്. പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷൻ ശിവരാമൻ നായർ. കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു, നിന്നുകെട്ടി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും. അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും. ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ സ്നേഹമുള്ള എരുമക്കാരെന്ന് വിളിക്കട്ടെ? വിളിച്ചോളൂ, വിരോധമില്ല. അവസാനം സ്നേഹം കൂടിക്കൂടി അത് വെറും എരുമയെന്ന് മാത്രം ആവരുത്. നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്? കിടത്തിയതല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പം മുതൽ എന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. ആകെ കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാണ്. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ? വേണ്ട, വായിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവൻ മുഴുവനായിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. അറും പറ്റുന്ന വാക്കുകൾ പറയാതെ. എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ? അവനെ പ്രസവിക്കുന്നതിന് ബാസ്ത്രി വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ ആർക്കറിയാം. എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ അതെ, അവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം. ആംലേറ്റ് ആയിട്ടാണോ ബുൾസൈ ആയിട്ടാണോ? എങ്ങനെയെങ്കിലും 101 ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ. രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു. അയ്യോ, മുട്ട പൊട്ടിപ്പോയി. ഞാൻ പോവാ. എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വാടോ. ഞാൻ പോവാ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഏട്ടൻ വാങ്ങിച്ചതന്നല്ലേ, ഇഷ്ടാവാതിരിക്കോ? നോക്കട്ടെ. ഉള്ള പണം കൊണ്ട് ഉരുപ്പടി വാങ്ങി ഇവിടെ ദേഹത്ത് മാത്രം ഇട്ടാ മതിയോ? നിനക്കൊരു പെണ്ണിന് ജീവിതം കൊടുക്കാനുള്ളതല്ലേ? ഇവള് സന്തോഷമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടല്ലേ എനിക്കൊരു ജീവിതമുള്ളൂ. അല്ലാതെ ഒരു ഏട്ടനാന്ന് പറഞ്ഞ് ഞാൻ ഈ വേഷം കെട്ടിട്ട് എന്താ കാര്യം? നിനക്ക് ജന്മം തന്നപ്പോഴേ ഈ വേഷവും ഞാൻ കൈ തന്നതല്ലേ. അച്ഛൻ ഇതുവരെ ചെയ്യാൻ കഴിയാത്താണ് മോളെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. എന്റെ കണ്ണടഞ്ഞാലും നീ ബന്ധം വിടരുത്, മരണം വരെ. ഏട്ടാ, എന്റെ വിവാഹത്തോടൊപ്പം ഏട്ടന്റെ വിവാഹം നടക്കണം. ഒരു നിമിഷം പോലും വൈകാതെ അത് നടന്നു കാണണമെന്ന് ഈ അനിയത്തിക്ക് മോഹമുണ്ട്. കുഞ്ഞുനാളിലെ ആ കല്യാണം നടന്നതല്ലേ മോളെ, പിന്നൊരു ചടങ്ങ് അതെപ്പോ വേണമെങ്കിലും ആവല്ലോ. വള വാങ്ങിച്ചാ മാല വാങ്ങിച്ചാ കൊച്ചു കുട്ടിലെ പോലെ കിടന്ന് ചിണുങ്ങാതെ. എന്താ വേണമെന്ന് വെച്ചാൽ മേടിച്ചോ. എനിക്ക് നിന്നെ സെലക്ഷൻ അറിയില്ല, അതുകൊണ്ടാണ്. കൊള്ളാമോ? ഇതെടുത്തോളൂ. ഇതെന്താ വില? 20 രൂപ. ആ തുണി ഇങ്ങനത്തെ ഇതല്ല, ആ നീല. എന്താ ഇത്?
മനുഷ്യനെ മനുഷ്യൻ ചാവും കൊല്ലാൻ എന്താ ബാലേട്ടാ ഇത്? ബാലേട്ടൻ എന്തിനാ അങ്ങനെ ഓടിയത്? ഓടിയത് എന്തിനാ ഓടിയതെന്ന്? ത്രില്ലോ? ഇങ്ങനെയാണോ ത്രില്ല് കാണിക്കുന്നത്? ഞാനിങ്ങ് പേടിച്ചു പോയി. എല്ലാരും എന്നോട് പറഞ്ഞു നിന്റെ ബാലേട്ട ഇനി ഓടിപ്പോവുന്ന്. അതുകൊണ്ട് ബാലേട്ട ഓടിയപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയി. അച്ഛന്റെ തല്ലും വാങ്ങി നാട് വിട്ട ശേഷം പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു മോളെ. നെട്ടോട്ടം. ഇടയ്ക്കിടയ്ക്കത് ഓർമ്മ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ ഓടിപ്പോവും. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണ്ടേ? അതിന് ഇതൊക്കെ ഒരു മാർഗമുള്ളൂ. വാ നമുക്ക് വീട്ടിൽ പോവാം. നീ ഇത് എവിടെ പോയിരുന്നു മോനെ? ഞാൻ വെറുതെ അശ്വതിയുമായിട്ട് ഇങ്ങനെ ചെല്ലേ, ഞാൻ ഒരാളെ അന്വേഷിച്ചിട്ട് വരട്ടെ. വിക്രമൻ ഇവിടെ ആരാ മോനെ? അങ്ങനെ ഒരാള് വിക്രമനെ അന്വേഷിച്ചിട്ട് ആള് വന്നിരിക്കുന്നു. ഞാനൊരു മരമണ്ടൻ. ഇത്രയും കാലം അന്യനാട്ടിൽ ജീവിച്ച് നിനക്കെങ്ങനെ ഇവിടെയുള്ളവരൊക്കെ അറിയാൻ പറ്റുക? ആ ചെല്ലു, ഞാനിപ്പോ വരാം. ഒരുപാട് ഓടിയല്ലേ? എനിക്കറിയാമായിരുന്നു തളരുമ്പോ എന്റെ മുമ്പിൽ വരുമെന്ന്. ബാലേട്ടാ, കാപ്പി എടുക്കട്ടെ? ബാലേട്ടൻ? ഓഹോ, ഇവിടെ ഇവൻ ബാലനാണല്ലേ? പ്ലീസ് നമുക്കല്പം മാറി സംസാരിക്കാം. ഓട്ടം കണ്ടപ്പോ ഞാൻ കരുതി നീ ഓടി ഓടി ഭൂമിയുടെ അറ്റത്തെത്തി താഴേക്ക് ചാടുമെന്ന്. നിന്നെ കണ്ടപ്പോ ഞാൻ ഓടിയതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അതിന് വേറെ കാരണമുണ്ട്. നീ ഇപ്പൊ അറിയണ്ട. നീ പഠിക്കില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? പിന്നൊരു കാര്യം, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, നമുക്ക് പോവാം. എങ്ങോട്ട്? കൊള്ളാം. എങ്ങോട്ടെന്നോ? എവിടുന്നാണോ വന്നത് അങ്ങോട്ട്. എടാ, നമുക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. നീയും ഞാനും ജനിച്ചു വളർന്ന ഒരേ തെരുവില. വെറുതെ അടുത്തേ അഭ്യാസം ഇറക്കരുത്. എന്നെ അന്വേഷിച്ച് ഇവിടെ ആരും വരില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയൊന്നുമല്ല ഞാൻ. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതാ. പക്ഷെ നീ നേരത്തെ വന്നു. ചാർലി, ഇത്രയും കാലം നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ഇനി എനിക്ക് വേണ്ടി എനിക്കൊന്ന് ജീവിക്കണം. എന്നെ വിട്ടേക്ക് പ്ലീസ്. ഇങ്ങനെയൊരു ജീവൻ നിനക്ക് വേണമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിന്നെ ആവശ്യമാണ്. വാ. എടാ, ചാർലി ഇവിടുന്ന് പോകുന്നെങ്കിൽ നിന്നെ കൊണ്ടേ പോവും. അപ്പോ ബാലനും നിങ്ങളും ബോംബെയിൽ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നതല്ലേ? ബാലിനോടൊപ്പമല്ല ഞാൻ ജോലി ചെയ്തിരുന്നത്. മിസ്റ്റർ ചാർലിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. വിശ്വസിക്കാം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ മുക്കും മൂലയൊക്കെ ഞാൻ കേട്ടു. കൈയോടെ കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. അവന് ഞാൻ കൊണ്ടുപോണ്ട, എന്റെ കൂടെ വരും. വന്നേ പറ്റൂ. ആ, കറക്റ്റ്. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്റെ ട്രാക്കിൽ വന്നത്. പക്ഷെ ഒരു കാര്യം, അവനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ.
കാണാൻ പോയതാ. നീ എന്താ ഉറങ്ങിയില്ലേ? അച്ഛൻ ആരോട് സംസാരിച്ച്? ആ അതാണോ? അതാ അച്ചുവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആളാ. അച്ചു ഉണ്ടോന്ന് ചോദിച്ചോണ്ട് വന്ന അവൻ വല്ല കള്ളുഷാപ്പിലും കാണും. മോൻ പോയി കിടന്നു ചെല്ലേ.